സാർ എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കാലോ. എൻ്റെ കൊച്ചെ, ആ കൊച്ചിനെ ഞാനല്ല ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്തത് എന്നെയും കാട്ടി മുകളിലിരിക്കുന്ന ആൾക്കാരാണ്. അവർ സെലക്ട് ചെയ്യാത്ത ആ കൊച്ചിനെ ഞാൻ സെലക്ട് ചെയ്ത് എന്തോ ചെയ്യേണ്ടത്? ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ട് കൂടിയില്ല. ഓൾസോ ചാൻസ് കൊടുക്കണമെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ആ കൊച്ചിനൊന്ന് ബോധിക്കണം. ഒരു തവണയും കൂടി വരാൻ പറ, ഞാൻ ഒന്ന് ആലോചിക്കാം. അവൾ വന്നിട്ടുണ്ട്, പക്ഷേ സാറിൻ്റെ അനുവാദം കിട്ടിയാൽ എനിക്കിവിടെ കേട്ടായിരുന്നു. വരാൻ പറ. കൊച്ചെ, അകത്തോട്ട് പൊക്കോ. എക്സ്ക്യൂസ് മീ സാർ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ ഞാൻ വാട്ട്സ് റോങ് വിത്ത് യു? ഞാൻ തെയ സെബാസ്റ്റ്യൻ. ഞാൻ കോഴിക്കോട് നിന്ന് വരുക. എനിക്കിവിടെ ഒന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ സംസാരിക്കണമെന്നും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അത് ഇങ്ങനെയുള്ളവന്മാരൊന്നും ഞാൻ എൻ്റെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് എടുക്കാറില്ല. പിന്നെ താൻ ഇവിടുന്ന് തന്നെ ഫസ്റ്റ് പഠിച്ചു തുടങ്ങിക്കോട്ടെ, അതുകൊണ്ട് മാത്രം ഞാൻ സെലക്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു തെറ്റായ എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇവിടുന്ന് ഫയർ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്ന്. അത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ഞാനിന്ന് കുറച്ച് നല്ല മൂഡിലാണ്ട് തനിക്ക് പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു. സോ നാളെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ പെർഫോം ചെയ്യാൻ നോക്കും. എൻ്റെ പൊന്നു സാറേ, നാട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ജോലി അല്ലാണ്ട് ഞാൻ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത് ഭാഗ്യമാണല്ലോ. പിന്നെ ഇതെൻ്റെ തുടക്കമാണല്ലോ. അപ്പോൾ ഈ തുടക്കം ഒന്ന് സാർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് കണ്ടില്ല എന്നടിച്ചാൽ മതി. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാറിന് ആഗ്രഹിച്ച പോലെ ആയിത്തരാം. എൻ്റെ സ്റ്റാഫ് ഉണ്ട് ജിമിൻ, അവനോട് ചോദിച്ചിട്ട് ഇവിടെയുള്ള എല്ലാം ഒന്ന് കേട്ട് മനസ്സിലാക്ക്, എന്നിട്ട് ജോലിക്ക് കയറിയാൽ മതി. എൻ്റെ പൊന്നു സാറേ, കേട്ട് മനസ്സിലാക്കുന്നതിനും കാട്ടിയുള്ളത് കണ്ട് മനസ്സിലാക്കുന്നതാ. ഒരു ദിവസം ഞാൻ ഇവിടെ എല്ലാം ഒരു സെക്യൂരിറ്റിനെ പോലെ ചുറ്റട്ടെ. അപ്പോൾ എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തന്നെ എല്ലാം പഠിച്ചോളും. പിന്നെ ഒരു ദിവസം, ഒറ്റൊരു ദിവസം, അതിനുശേഷം നീ എന്തെങ്കിലും പിഴവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഫയർ ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര കുറച്ച് എംപ്ലോയീസ് എന്നറിയോ? ബിക്കോസ് അവരിൽ ഓരോരോ ആൾക്കാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അപ്പോൾ ഇവിടുന്ന് ഫയർ ചെയ്യും. കമ്പനിക്ക് ആവശ്യമുള്ളവരെ മാത്രമേ ഞാനിവിടെ നിലനിർത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് മാത്രമേ ഇന്ന് ഞാൻ ഇത്ര സോഫ്റ്റായിട്ട് നിൽക്കുന്നത്. അതും കൂടി മനസ്സിൽ വെച്ചോ. ഓ ശരി സാറേ, പിന്നെ ഹാപ്പി ബർത്ത്ഡേ. നോക്ക്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇവിടെയുള്ള ആരോട് പറയണ്ട. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അയ്യോ, ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയാണ് നമ്മുടെ ലൈഫിൽ. ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ദിവസം. പിന്നെ തനിക്ക് മാത്രം എന്താ ബർത്ത്ഡേനോട് ഇത്ര ഒരു ഗമ? അതെ, നീ നിൻ്റെ പണി പോയി നോക്ക്. എൻ്റെ പേഴ്സണൽ കാര്യം ചോദിച്ചിടപെടാൻ നീ ഇപ്പോൾ ആരുമല്ല. എൻ്റെ പൊന്നു സാറേ, എനിക്ക് നാട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ജോലിയാണ്. ആരെങ്കിലും ബർത്ത്ഡേക്ക് ഫ്രീ ആയിട്ടെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണത്തില്ല. സോ സാറിന് ഞാനൊരു കേക്ക് പാർസൽ അങ്ങോട്ട് തരാം, വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി. എന്തൊക്കെയാണെങ്കിലും ബർത്ത്ഡേ അല്ലേ, ഫ്രീ ആയിട്ടൊരു കേക്ക് തരാം. ഇപ്പം നീ കേക്ക് ഉണ്ടാക്കുന്ന ജോലിയാണോ ചെയ്യാൻ പോകുന്നത്, അതോ ഇവിടെ കമ്പനിയിൽ വർക്ക് നോക്കാൻ പോവാണോ? സാറേ ആദ്യം ഒരു 2 മണിക്കൂർ ഞാൻ ഇതൊക്കെ നിരീക്ഷിച്ചോളാം. അത് കഴിഞ്ഞിട്ടൊരു 2 മണിക്കൂർ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയോളാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ട്. പിന്നെ വേണ്ടതൊന്നും പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമായി ഈ പണിയൊക്കെ. പിന്നെ ഇന്നിപ്പോൾ ഏതായാലും എനിക്ക് വലിയ പണിയൊന്നും തരുന്നില്ലല്ലോ. അപ്പം ഞാൻ പോയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് വരാം. തന്നെ ഞാൻ ക്യാൻറ്റീനിൽ സ്റ്റാഫാക്കേണ്ടി വരും ഇനി. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞപ്പോഴാണ്, ക്യാൻറ്റീൻ എവിടെയാണ് ഉള്ളത്? അവിടെ പോയിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ അവിടെയുള്ള സ്റ്റാഫ്സിനൊക്കെ ഒരു 2 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കണം. എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്താലേ തിരിയുള്ളൂ. നിനക്ക് എന്താ കൊച്ചേ? നീ വെറുതെ എൻ്റെ ടൈം കളയരുത്, അതുപോലെ എൻ്റെ ടെമ്പറും തെറ്റിക്കരുത്. ഞാൻ ഒരു രീതിക്കാണ് ഇങ്ങനെ നല്ല ദിവസമല്ലേ എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്ന് ചിന്തിച്ചോ. പിന്നെ കേക്കൊന്നും ഉണ്ടാക്കണ്ട, നീ നിൻ്റെ പണി പോയി നോക്കാദ്യം. എന്തൊരു കഷ്ടമായത്. നിങ്ങളാണെങ്കിൽ അല്ലെങ്കിലും ഇത് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഇതൊക്കെ മാറ്റിക്കോ, ഭാവിയിൽ പ്രശ്നമാവാണ്ടിരിക്കാൻ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഒന്ന് പറ, രണ്ടാമത്തെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ശരിയെന്നാ, ഞാൻ കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല. താനിവിടെ ഇങ്ങനെ എല്ലാവരും ആജ്ഞാപിച്ചുകൊണ്ട് മസിലും വീർപ്പിച്ച് അവിടെ ഇരുന്നു. ഫ്രീ ആയിട്ട് വേണ്ട, കാശ് തന്നോളാം. ഓ ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ. ഇവിടെ എവിടെയാ ക്യാൻറ്റീന്? നേരെ പോയാൽ കാണും. പിന്നെ അങ്ങനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു, സെറ്റാണോ? അതുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കൊരു പാവമായിട്ടാണ് തോന്നിയത്. ഓ, അതവൻ്റെ പിറന്നാളായതുകൊണ്ടാണ്. അപ്പം ആരോടിത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയും?
എടി അവനും ഞാനെന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് തൊട്ടേ ഫ്രണ്ട്സാണ്. ഇത്രയും വർഷമായിട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ അവനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അവന് ചെറുതായിട്ടൊരു ഓർഫണാണ് ഞാനും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഫ്രണ്ട്സ് ആയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാം നേടിയെടുത്തത്. അപ്പോൾ എനിക്കെങ്ങനെ അവനെപ്പറ്റിയെല്ലാം അറിയാണ്ടിരിക്കാൻ പറ്റും? അവൻ എന്ന് ഓർഫനേജിൽ വന്നോ അന്ന് അവൻ്റെ ബർത്ത്ഡേ. അങ്ങനെയാണ്. ഇതുകൊണ്ടാണോ അങ്ങേരിക്ക് ബർത്ത്ഡേ ഇഷ്ടമല്ലാത്തേ? അതെ അതെ, മോള് പോര്, ക്യാൻറ്റീൻ കാണിച്ചു തരാം. എടി, അങ്ങേരുടെ ആ പെണ്ണുപിള്ളയില്ലേ, അങ്ങേരുടെ ഒരു ഫ്രണ്ട്, അവൾ വരുന്നുണ്ടെന്ന്. എന്തിനാണാവോ എന്തോ. ഇനി അവരുടെ മാരേജ് വല്ല ഉറപ്പിച്ച് അത് പറയാൻ വേണ്ടിയാണോ അതോ വേറെ എന്തിലാണോ? എന്താണെന്നൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഈ സാറെന്താ ഇങ്ങനെ? നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് ജയുടെ ബർത്ത്ഡേ ആണ്. അതെ, ജയുടെ ബർത്ത്ഡേ ആണ്. അതിൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? മേഡം വന്നോ? എന്ത് കുഴപ്പം? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക കേട്ടോ. അതിൽ കൂടുതലൊന്നും തലയിടാൻ നിൽക്കണ്ട. പിന്നെ ജയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ, വേറെ ഒന്നുമില്ല. ഇതെന്താ, ഇവിടെ ജോലി നടക്കുന്നില്ലേ? നിങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണോ വന്നത്? അതാത് ജോലി അതാത് പേര് ചെയ്തോ, അല്ലെങ്കിൽ ഒന്നിനും ഞാൻ ഇവിടെ വെക്കില്ല. എല്ലാത്തിനും ഞാൻ ഫയർ ചെയ്യും. എൻ്റെ പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചാൽ മതി എന്നാണ് പറഞ്ഞേ. പിന്നെ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടേ പറയാം. ഞാൻ ഓൾറെഡി എല്ലാം ക്ലിയർ ആക്കിയല്ലേ. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. നിൻ്റെ പപ്പയോടെ നേരിട്ട് സംസാരിച്ചാണല്ലോ എനിക്കിതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. പിന്നെ ചുമ്മാ ഇതും ചോദിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വരെ ഇല്ലാണ്ടാക്കണ്ട. ഇവിടെ ഇപ്പോൾ സ്റ്റാഫ്സ് മൊത്തം നമ്മൾ തമ്മിൽ അവഹീതാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നീയും അവരും തമ്മിൽ വന്നപ്പോൾ തന്നെ ഉടക്ക്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഫ്രണ്ട്സാന്നുള്ള കാര്യം നമുക്കറിയാം. ആരെ ബോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഴുവാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പും കൂടി ഇല്ലാണ്ടാവും. അത് വേണ്ടെങ്കിൽ നിനക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം. എനിക്കറിയാടാ, പക്ഷെ എനിക്ക് നിന്നെ എന്തോ മറക്കാൻ പറ്റുന്നില്ല. നിനക്കറിയില്ലേ, ഞാനും നീയും ജിമ്മിയും ഒക്കെ പണ്ട് തൊട്ടേ ഫ്രണ്ട്സാണ്. ആ ടൈമിൽ നിന്നോട് അറിയാതൊരു ഇഷ്ടം തോന്നിപ്പോയി. അന്ന് തൊട്ട് ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നിനക്ക് എന്നോടൊന്നുമില്ല എന്നാണ് പറയുന്നത്. നല്ല സങ്കടമുണ്ട്. എനിക്കങ്ങനെ ഒരു ഫീലിങ്സ് ഇന്നേ വരെ ആരോട് തോന്നിയിട്ടില്ല. ഇനി തോന്നാനും പോണില്ല. കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. ഇതിപ്പം കൊണ്ട് കൊടുക്കണോ അതോ വൈകിട്ട് കൊണ്ട് കൊടുത്താൽ മതിയോ? ഇപ്പം തന്നെ കൊണ്ട് കൊടുക്കാം. വൈകിട്ട് കൊണ്ട് കൊടുത്താൽ മതി. ആ കാലൻ്റെ ഫിയാൻസി അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാമല്ലോ. അപ്പോൾ അവനിക്ക് അതൊരു നല്ല മെമ്മറബിൾ ആയിരിക്കും. ഈ ലാസ്റ്റ് 7 മിനിറ്റ്. എൻ്റെ പൊന്നു തെയ്യാ, നിനക്ക് ശരിക്കും പെരാന്താണോ? അവൻ അങ്ങനെയൊന്നുമില്ല. അവനെ ചിരിച്ചിട്ടെന്നെ ഞാൻ കാണാറില്ല. അപ്പോഴാണ് ആകെ അവൻ കുറച്ച് സന്തോഷത്തിൽ കാണുന്നത് ജിമ്മിയുടെ കൂടെ അവളുടെ കൂടെ മാത്രമാണ്. അത് തന്നെ വല്ലപ്പോഴും. എങ്കിലങ്ങനെ വൈകിട്ട് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് എൻ്റെ കേക്ക്? കൊള്ളാവോ? മോശം പറയാൻ പറ്റത്തില്ല, കൊള്ളാം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ശരി ശരി, ഇനി പോയിട്ട് ബാക്കിയുള്ളവർ ചെയ്തതൊക്കെ നോക്കി കണ്ട് പഠിക്കുക കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഇടി, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. നിന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ അഭിപ്രായം? നീ ഇഷ്ടപ്പെട്ടോ? നിന്റെ ഇഷ്ടമല്ലേ? ആളാരാന്ന് ചോദിക്കേ. നമ്മുടെ PA അല്ലേ, ജിമ്മി. ഓ, ആ കോഴിയൊന്നുമല്ല. എനിക്കിഷ്ടം ജേനയാ. ജേനയോ? എൻ്റെ കർത്താവേ. അല്ല, എപ്പോൾ തുടങ്ങി? എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? നീ ആ കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? എൻ്റെ കർത്താവേ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട മോള്? എനിക്കറിയത്തില്ല, എന്തോ കണ്ടു ഇഷ്ടപ്പെട്ടു. എനിക്ക് പറയാൻ പേടിയാണ്. നിനക്കറിയാലോ, അങ്ങേരുടെ സ്വഭാവം പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്.
ഇന്ന് മാത്രം കുറച്ച് സോഫ്റ്റായിട്ട് ഞാൻ കണ്ടു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഇനി ഒരു പക്ഷെ അവള് വരുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല. ഏതവള് വരുന്നെന്ന്? ഓ ആ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണുണ്ടല്ലോ, അവളെ തന്നെ. അവളെ കാണുമ്പോൾ കുറച്ച് ചിരി വരും. അതുപോലെ സിമീനെ കാണുമ്പോൾ വരും. നമ്മൾ സ്റ്റാഫ്സിന് മുന്നിലൊക്കെ ഭയങ്കര ആംഗ്രി ബേർഡിനെ പോലെയാ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോടെ, എനിക്ക് ആ ഒരു കോൾഡ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഇഷ്ടമായി. നമുക്കെല്ലാം നോക്കാം. അങ്ങേരിക്ക് വേറെ സെറ്റപ്പ് ഇല്ലെങ്കിൽ നിങ്ങളെ സെറ്റാക്കാം. എന്താ ചെയ്യാനാ, വന്നു കയറിയ പാട് ഞാൻ ബ്രോക്കർ പണി ഏറ്റു നടത്തേണ്ടി വരുമോ? അതുകൊണ്ട് വന്നു കയറിയ പാടൊന്നും എനിക്കൊന്നും പറ്റത്തില്ല. കുറച്ച് ടൈം തന്നാൽ ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് സെറ്റാക്കാൻ നോക്കാം. നമ്മളൊക്കെ നോർമലി നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇവരൊക്കെ ഇവിടെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ കമ്പനിയായിട്ടാണ് ബന്ധമുള്ളത്. അതുപോലെ ഇത് തന്നെ വലിയ കമ്പനിയാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവനെപ്പോലുള്ള ഒരാൾക്ക് എന്നെപ്പോലുള്ളവരൊന്നും പറ്റത്തുമില്ല. അങ്ങനെ ഒന്നും ഇല്ലടി. നീ വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കയറ്റുക. എന്നാ നീ സ്ലേപ്പിക്കും, നാളെ പോകണ്ടല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ദയാ സെബാസ്റ്റ്യൻ എൻ്റെ ക്യാബിനിലോട്ട് വാ കേട്ടോ. തീയ നിന്നെയാ വിളിക്കുന്നേ. എക്സ്ക്യൂസ് മീ സാർ. തനിക്ക് ഒട്ടും റെസ്പെക്റ്റ് ഇല്ല. ഞാൻ ഇങ്ങനെയൊന്നുമല്ല തന്നെ പറ്റി വിചാരിച്ചത്. എനിക്ക് കുറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വന്നപ്പോൾ തന്നെ താൻ ഇയർഫോൺ ഇട്ട് ഫുഡ് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഓഫീസിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത്, എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് പോലും തന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എന്തിനാ താൻ ഓഫീസിലോട്ട് ഈ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇവിടെ ഉള്ളവരെ തന്നെ ഞാൻ എങ്ങനെയല്ലോ ആണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റ് വരെ ഞാൻ ക്ഷമിക്കാതെ. ഇതിപ്പോൾ താൻ മൊത്തം തെറ്റാണല്ലോ കാണിക്കുന്നത്. പോട്ടെ. ഇനി ഞാൻ ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാത്ത പഞ്ചില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബിഹേവിയർ തന്നിൽ നിന്ന് കണ്ടാൽ അപ്പം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കും. ഒരു എക്സ്ക്യൂസും ഇല്ല, സെക്കൻഡ് ചാൻസും ഉണ്ടാവത്തില്ല. ഇതെൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. എടി, ഇവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നേ. ഒരു ജോലി കറക്റ്റ് ചെയ്യുന്നുമില്ല, വെറുതെ ഇരുന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാം. ദയാ, ക്യാബിനിൽ വാ. അയ്യോ, ഇനി ഞാൻ പഞ്ഞിമിഠായി കഴിക്കുന്ന കണ്ടായിരുന്നു. ചേട്ടാ വേഗം ചെല്ല്, എന്നിട്ട് കിട്ടണതൊക്കെ കൈ നിറയെ വാങ്ങിയിട്ടും വാ. സാർ, നല്ല രീതിക്ക് വിശന്നപ്പോൾ അറിയാതെ എടുത്ത് കഴിച്ചതാ. സോറി, ഇനി കഴിക്കില്ല. നീ ശരിയാവത്തില്ല. നീ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഒരുമാതിരി ജോലി ചെയ്യത്തൂല, എപ്പോൾ നോക്കിയാലും ക്യാൻറ്റീൻ്റെ പുറകെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കും. ഇനി കഴിക്കില്ല, പ്രോമിസ്. ഇനി ഒരിക്കലും കഴിക്കില്ല. ഇത് നിൻ്റെ ഫൈനൽ ചാൻസാണ്. ഇനി ഒന്നും ആവർത്തിക്കരുത്. പൊക്കോ. കാണുന്ന പോലെയല്ല, അവളുടെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കേക്ക് പ്രത്യേകിച്ചും. ഞാൻ ആദ്യമായിട്ട് ഇത്ര ടേസ്റ്റുള്ള കേക്ക് കഴിക്കുന്നത്. നാട്ടും പുറത്തുനിന്നൊക്കെ വന്നുണ്ടാക്കിയോണ്ടായിരിക്കാം. കൊള്ളാം കൊള്ളാം. നിന്നെ പഞ്ഞിക്കെട്ട് കാണുമല്ലോടി. ഏയ്, എവിടുന്ന്? എപ്പോഴത്തെ പോലെ തന്നെ. എന്നോട് പറഞ്ഞു ഇനി ആവർത്തിക്കരുതെന്ന്. പാവം, എനിക്കിഷ്ടായി. എടി ഹോബി, ഇതിലെന്തോ ഒരു വശപ്പശക്കില്ലേ? ഇതെന്താ ഇങ്ങനെ? നമ്മളെങ്ങാനുമാണ് ഈ ടൈമിൽ ഫുഡ് കഴിച്ചെങ്കിൽ നമ്മൾ എന്തൊക്കെ കേൾക്കേണ്ടി വരും. ഇത് പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതും ഒന്ന് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിട്ടുന്ന്. അതെ, നമ്മളാണെങ്കിൽ ഇപ്പം എന്തൊക്കെ കേൾക്കണം? ഇതിപ്പോൾ എന്താ? ഇവക്കെന്താ ഇത്ര കൊമ്പ്? എന്തായാലും അതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. നിന്നോട് അയാൾക്ക് എന്തോ ഉണ്ട്. അല്ലാതെ അയാളിപ്പം നിന്നോട് ചുമ്മാ അങ്ങനെ അടിയുണ്ടാക്കാതിരിക്കില്ല. കഴിഞ്ഞ ഡേ ആണെങ്കിൽ അങ്ങേരുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ എന്തോ പറയും? എന്തായാലും കൊള്ളാം, കളി കൊള്ളാം, എനിക്കിഷ്ടായി. നീ ഒന്ന് ശ്രദ്ധിച്ചതയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല. അങ്ങേരിക്ക് ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ നന്ദിയായിരിക്കും കാണുന്നത്. പോരാത്തതിന് നിനക്ക് അവന് ഇഷ്ടമല്ലേ? പിന്നെ ഈ ഹോബി പറയുമ്പോൾ നീ എന്തോന്ന് തിരിച്ചു പറയാത്തേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് അറിയുന്നതല്ലേ? പിന്നെ അവളുടെ മുമ്പിൽ വെച്ചിട്ട് എന്തിനാണ് ഞാനുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്?
സത്യം പറഞ്ഞ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു, അതിൻ്റെ ഒരു നന്ദി മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. ആളങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ലല്ലോ. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തപ്പോൾ അത് സന്തോഷമായി കാണും. നമുക്കൊരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സാധനത്തിനെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് അവനെ കിട്ടില്ല, അതെനിക്കറിയാം. അപ്പം ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റം കാണുമ്പോൾ ആർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിപ്പോകും. സ്വാഭാവികമല്ലേ? പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ എന്താ പറയുന്നത്? അതെ, എന്തായാലും എനിക്ക് ആരുടെയും വേണ്ട. എനിക്ക് അതിലൂടെ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വയ്യാതെ വരരുതേ. പ്രത്യേകിച്ച് ഈ പ്രേമത്തിനെ പറ്റിയിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. സാർ, കഴിഞ്ഞ ആഴ്ച ടീമായിട്ട് തന്ന പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നു. പിന്നെ ആരൊക്കെ തന്നു ആരൊക്കെ തന്നില്ല എന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമല്ല, ഞാൻ അന്വേഷിച്ചോളൂ. അതവിടെ വെച്ചിട്ട് പോയിക്കോ. ഇനി അവളമാർ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? അവനെന്തിനാ ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് പോയേ? അല്ല, ഞാനെന്തിനാ നോക്കിയേ? ഞാൻ ചുമ്മാ നോക്കി. അവനെന്തിനാ നോക്കിയേ? അവനും ചുമ്മാ നോക്കി. 2 പേരും ചുമ്മാ നോക്കി. അതങ്ങ് കഴിഞ്ഞു. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിനക്ക് 29 വയസ്സുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിക്കാനൊക്കെ ആയി. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ. നിൻ്റെ കല്യാണം ഞാൻ നടത്തണം, എൻ്റെ കല്യാണം നീയും നടത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ഒന്ന് സെറ്റാക്കിയാലോ? ഈ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുടുംബമൊന്നുമില്ലാതെ പോണേ, ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടും. എനിക്ക് പറ്റിയൊരാളെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിച്ചിട്ട് മതി കല്യാണമൊക്കെ. പിന്നെ എൻ്റെ വയസ്സും ഇതൊക്കെ അറിഞ്ഞിട്ട്, എന്നെ പറ്റി അറിഞ്ഞിട്ട് സമ്മതമുള്ള ഒരാളെ മാത്രമേ ഞാൻ കെട്ടുകയുള്ളൂ. എക്സ്ക്യൂസ് മീ സാർ. എന്താ? എൻ്റെ ഫസ്റ്റ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് തരാൻ വന്നതാ. അതവിടെ വെച്ചിട്ട് പോയിക്കോ. ഇങ്ങേരുടെ മസ്ത് പിടിപ്പിക്കുന്ന പോലെയുള്ള നോട്ടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഇനി എനിക്ക് ശരിക്കും അങ്ങോരോട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പം എന്താ ഇങ്ങനെ തോന്നാൻ? എന്തോ എൻ്റെ മനസ്സൊക്കെ കൈവിട്ട് പോകുന്നല്ലോ. ജയ് സാർ എൻ്റേതാ, അതിപ്പോൾ ആരൊക്കെ തീരുമാനിച്ചാലും എൻ്റേതാ. എനിക്കങ്ങനെ അത്രയ്ക്കും ഇഷ്ടം. എത്ര വർഷമായി ഞാൻ മനസ്സിലായിട്ട് പ്രേമിക്കുന്നു. അതൊരിക്കലൊന്നും ഞാൻ പറയും. അപ്പം അങ്ങേരിക്ക് തോന്നും ഇവളാ ബെറ്റർ എന്ന്. എനിക്കത് ഉറപ്പാ. അതെ, അത് ഉറപ്പാ. ഒന്ന് ക്യാബിൽ വന്നേ. എന്താ സാർ? അത് തനിക്കൊരു വർക്ക് കൂടെയുണ്ട്. ഇപ്പോഴല്ലേ ഞാനൊന്ന് ചെയ്ത് തന്നേ. എന്ന് വെച്ച് ഇനി ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ വന്നോളാം. നിന്റെ പാരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ നാട്ടിൽ പപ്പ കൃഷി ചെയ്യുക, പിന്നെ മമ്മി ജോലിക്ക് പോകുന്നുണ്ട്, ടീച്ചറാ. അത് പിന്നെ ഒരു പ്രപ്പോസലായി വന്ന ആക്സെപ്റ്റ് ചെയ്യോ നിന്റെ പാരൻസ്? പ്രപ്പോസലോ? ആരിക്കാ? എനിക്കല്ല, എൻ്റെ PA ഉണ്ടല്ലോ, അവന് നിന്നോട് എന്തോ ഇഷ്ടമുണ്ടെന്ന്. പിന്നെ അവൻ 29 വയസ്സൊക്കെ ആയി. എനിക്കും ഞങ്ങൾക്ക് ഒരേ പ്രായമാണ്. പിന്നെ കല്യാണപ്രായമൊക്കെ ആയല്ലോ. സോ അങ്ങനെ. എനിക്ക് പറ്റില്ല. അതെന്താ? അവൻ കൊള്ളാമല്ലോ, കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്. പിന്നെ നിന്നെ കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് പറഞ്ഞു. അവൻ എന്നോട് ആദ്യമായിട്ട് ആഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യം അതാ. അപ്പോൾ പിന്നെ അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് വേറൊരാളെ ഇഷ്ടം. അപ്പം ഞാനെങ്ങനെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കെട്ടി ജീവിക്കുന്നത്? എല്ലാവർക്കും ഓരോരോ ഇഷ്ടം ഉണ്ടാകത്തില്ലേ? ഇപ്പോൾ അയാൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ടിന് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് വെച്ച് നിങ്ങൾ അവളെ കെട്ടോ? ഇല്ലല്ലോ. അതെ, പ്രണയം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നത് തന്നെ അത്ര ലക്കിയായിട്ടുള്ളവർ തന്നെയായിരിക്കും. നിനക്കിപ്പോൾ വേറെ ആരോണ് ഇഷ്ടം? എനിക്കും അതുപോലെ വേറെ ഒരാളെയാണ് ഇഷ്ടം. എനിക്കിഷ്ടപ്പെടുന്ന ആൾക്ക് വേറെ ആളെയാണ് ഇഷ്ടം. എൻ്റെ PAക്ക് നിന്നെയാണ് ഇഷ്ടം, നിൻ്റെ ഫ്രണ്ടിന് എന്നെയാണ് ഇഷ്ടം. കൊള്ളാം, എല്ലാം കൊള്ളാം. അപ്പോൾ നിനക്കിഷ്ടമുള്ള ആൾ ഇവിടെയുള്ളവരാരെങ്കിലാണോ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെയുള്ള ആരെങ്കിലും ആണോ? ഓ, അത് ഞാൻ പറയുന്ന ലക്ഷണമില്ല. എങ്കിൽ ഞാനും പറയില്ല എനിക്കാരെ ഇഷ്ടമെന്ന്. എനിക്കൊരാളെ ഡൗട്ടുണ്ട്. ആ, ആരെയാ ഡൗട്ട്? എന്തായാലും ഞാനല്ല, വേറെ ആരോ ആണ്. ഫസ്റ്റ് തന്നെ തെറ്റി. എന്നാ തെറ്റിന്നോ? എന്താ? അങ്ങനെയല്ല, നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ശരിയാ. അത് കണ്ടപ്പോൾ ചിരി വന്നു. ആണല്ലേ? ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലായി. മോളിപ്പോൾ പൊക്കോ. അങ്ങനൊന്നുമില്ല. ഓ ആയിക്കോട്ടെ, എന്നാ പൊക്കോ. ഇല്ല, ഞാൻ പോവില്ല. ശരിടാ, നീ പോടി, എനിക്ക് കുറേ നോക്കാനുണ്ട് വർക്ക്. നോക്കിക്കോ, ഞാൻ പോവില്ല. നോക്ക്, ഒന്ന് ചിരിച്ചെന്ന് വെച്ചിട്ട് അധികം തലയിൽ കയറി നിറങ്ങണ്ട കേട്ടോ. എന്തായാലും ഞാൻ പോവില്ല. പിന്നെ നിരങ്ങാൻ പറ്റിയ തലയല്ലേ. നിങ്ങളെന്താ കാണിച്ചേ? ഞാൻ വെറുതെ അല്ല നിന്നോട് പോകാൻ പറഞ്ഞത്, മനസ്സിലായോ? എടുത്ത് ചാടി ചെയ്യണ്ടായിരുന്നു. അപ്പോൾ തന്നെ അങ്ങ് വന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ പോയില്ലായിരുന്നോ? നീ എന്താ പോവാത്തെ? അത് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, അതാ. ഓ, എന്നാ എൻ്റെ കൂടെ പോര്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ലേ വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം, എനിക്ക് പേടിയില്ല. വേണ്ട വേണ്ട, നിനക്ക് പേടിയില്ലാന്ന് വെച്ചിട്ടെന്താ, എനിക്ക് പേടിയുണ്ട്, ഞാൻ ആക്കിത്തരാം. അത് സാരമില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ഞാൻ ആക്കിത്തരാന്ന് പറഞ്ഞതല്ലേ, പോര്. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ കിസ് ചെയ്യുന്നത് ശരിയല്ല. ഇറ്റ്സ് കറക്റ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് ദിസ്. എനിക്ക് തന്നെയാണെന്ന് ഇഷ്ടമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ പറഞ്ഞില്ല. പക്ഷെ നിനക്ക് എന്നെയാണ് ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. Don't kiss me without my permission. നീ എൻ്റെ ക്യാബിനിൽ വാ. വേണ്ട, അത് ശരിയാവില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോവാം. നീ വാത്തയാ. CCTV അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വാ. എത്ര വിളിച്ചത് നിന്റെ ഫോണിൽ? നീ എന്താക്കിയതാ? ഞാൻ ഉറങ്ങിയപ്പോൾ നീ എന്തെന്നെ വിളിക്കാണ്ട് പോന്നേ? പിന്നെ ഞാൻ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിപ്പോയി, അപ്പോൾ ലേറ്റായി. നീ ഉറങ്ങുന്നുണ്ടപ്പോൾ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നിന്നിങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. അപ്പം നൈസായിട്ട് ഞാൻ പോന്നു. അപ്പം നീ അറിയായിരുന്നോ? എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ, എനിക്കെന്തോ വയ്യ. എന്തായി കാര്യം? അത് ചിമ്മി, എടാ പൊട്ട, എനിക്കറിയാം നിനക്കിഷ്ടത്തെയാണെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടം അവളെ തന്നെയാണെന്ന് നിനക്കറിയാം. അവൾക്കിഷ്ടം നിന്നെയാണെന്ന് നിനക്കറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെയല്ലേ എന്തായാലും ഒന്നിക്കൂടും. എൻ്റെ കാര്യം നീ വിട്, നീ എങ്ങനെയെങ്കിലും കെട്ടി ജീവിക്കുക. നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ച് നടക്കും, എല്ലാം ഒരുമിച്ച് നടക്കും. എനിക്കതൊരു വാശിയാണ്. നിന്നെ ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ, എൻ്റെ സ്വന്തം ട്വിന്നിനെ പോലെ നിന്നെ ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ അതങ്ങനെ വേണ്ടു. പിന്നെ ഇതിപ്പം നിൻ്റെ വീടല്ലേ, ഞാനിവിടെ വന്ന് എപ്പോഴും നിൽക്കുന്നില്ലേ? എൻ്റെ വീട്ടിൽ നീ വന്ന് നിൽക്കുന്നില്ലേ? അങ്ങനെ സെപ്പറേറ്റ് വീടൊന്നും വേണ്ട, നമുക്കൊരു വീടെടുക്കാം. നമ്മുടെ വൈഫും കുട്ടികളുമായിട്ട് നമുക്ക് ജീവിക്കാം. ഏട്ടനും അനിയനെയും പോലെ തന്നെ. നിനക്ക് തേനെയാണ് ഇഷ്ടം. ബോസിനല്ലേ? അപ്പോൾ പക്ഷേ തേക്ക് എന്നെ ഇഷ്ടം. ബോസിന് എന്നെ ഇഷ്ടം. നിങ്ങൾ തമ്മിൽ ഞാനില്ലേ? ഒരു കെമിസ്ട്രി കാണുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഉറപ്പാ. എങ്കിലും അതൊന്ന് നോക്കാം.
താൻ കമ്പനി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതാ. ഞാനും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. തനിക്കെങ്ങനെയാ, താല്പര്യമുണ്ടോ എൻ്റെ കൂടെ ജീവിക്കാൻ? അതോ അവൾ പറഞ്ഞുകൊണ്ടാണോ? ഒന്നിക്കേണ്ടവർ തമ്മിൽ ഒന്നിക്കേണ്ടതെങ്കിൽ എന്തായാലും ഒന്നിക്കും. അവർ തമ്മിൽ എന്തായാലും ഒന്നിച്ചു, അപ്പം നമുക്കൊന്നിച്ച് എന്താ കുഴപ്പം? അതെ, അപ്പം നമ്മൾ ഒന്നിക്കുന്നതിന് ദൈവത്തിനും ഒരു പരാതി കാണത്തില്ല. എനിക്ക് 25 വയസ്സേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് മുതുക്കനായല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ നീ നോക്കണ്ട, നീ പൊക്കോ. ഓ, വേണമെന്നില്ല, എനിക്ക് ഷുഗർ ഡാഡിനെ മതി. നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോ ചെയ്യും? അവർ സെറ്റായ പോലെയുണ്ട്, ഇനി നമുക്കൊന്ന് സെറ്റാവാലോ. എന്തിനാ സെറ്റാവുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? എന്തൊക്കെയാണെങ്കിലും എൻ്റെ സെലക്ഷൻ കൊള്ളാം, എനിക്ക് തൃപ്തിയായി. ഞാൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇത്രയും നീണ്ട കാലയളവിൽ. നിന്നെ തന്നെ കിട്ടിയത് നന്നായി. നാട്ടിൽ നിന്നിട്ട് വരണ്ടായിരുന്നു, എൻ്റെ മുറച്ചിറക്കണം കിട്ടി അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. എല്ലാവരുടെ തലയിലും ദൈവം അവരവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്റെ മുറച്ചിറക്കൻ്റെ പേരില്ല മോളെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അതെന്താ അങ്ങനെ? എന്തിനാ പ്രണയമേ ഇനിയും ഒരു ചോദ്യം? ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം മതി. I'm still stuck in our first night. ഞാനും still stuck in our first kiss.